ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും വെച്ച് നല്ല നാടൻ ഒഴിച്ചെറി ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 12 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു 100-150 ഗ്രാമിനുള്ളിലുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വലിയ പീസായിട്ട് ഞാനൊരു വെണ്ടയ്ക്ക 3ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. വലിയ 2 തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. തക്കാളി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. തക്കാളി നടുക്കൂടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ അതിന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഒരു സൈഡിനെ 4ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു തക്കാളി 8 പീസായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ 2 തക്കാളി ഞാനത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് വലിയൊരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് നടുക്കൂടെ മുറിച്ച് അതും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞെടുത്ത വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു കിളുകിളുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക നല്ലതായിട്ട് വഴണ്ട് വന്ന് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും സവാളയുടെ ആയി വരേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഇവിടെ സവാളയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് തക്കാളി അങ്ങിട്ട് കൊടുക്കാം. തക്കാളി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വഴണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ, ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോമേ. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ല രീതിയിൽ നമുക്കിതിനെ അങ്ങ് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അരപ്പിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് 2 കൊച്ചുള്ളി, 1 പച്ചമുളക്, അതുപോലെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 തണ്ട് കറിവേപ്പില, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നമുക്കിതിനെ അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് വെണ്ടയ്ക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ചാറ് കഴുകി 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ഒത്തിരി വെള്ളം കൂടി പോകരുത്. വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഉപ്പ് കുറവുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി തിളയ്ക്കരുതേ, തീ കുറച്ച് വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി മുകളിൽ നിന്നൊക്കെ നല്ലതായിട്ട് ആവി വരുന്നൊരു സമയമാവും. ആ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിക്കുക. ഇതിലോട്ട് കൊച്ചുള്ളി, 2-3 വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. തണുത്ത് വരുമ്പോഴത്തേക്ക് കറി കണ്ടില്ലേ കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം. നല്ല നാടൻ വെണ്ടയ്ക്ക തക്കാളി ഒഴിച്ചുകറിയാണ്. ഒരുപാട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.